എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 59ഉം 60ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉപജാതി വൃത്തം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാവിലെ ആയപ്പോൾ സൂര്യൻ ഉദിച്ചു പൊന്തി എന്നുള്ളതിനെ കവി എങ്ങനെയാണ് ആ വർണ്ണന നടത്തുന്നത് എന്നുള്ളതാണ് 59ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലി നോക്കാം. ഇഹാഗമിഷ്യത്യുരഗസ്സഘോരോ നിർവാസിതോ നന്ദസുതേന നദ്യാ തദത്ര നസ്ഥേയമിതീവ മത്വാ ദ്യാമാരുരോഹദ്യുമണിഃ പയോധേ. നല്ല ഭംഗിയുള്ള ഒരു ശ്ലോകമാണ്. ഉത്പ്രേക്ഷാലങ്കാരം കൊണ്ട് സുന്ദരമാക്കിയൊരു ശ്ലോകം. നമുക്ക് ആദ്യം അതിൻ്റെ പദച്ഛേദം നോക്കാം. ഇഹ ആഗമിഷ്യതി ഉരഗ സ ഘോര നിർവാസിത നന്ദസുതേന നദ്യാ തത് അത്ര ന സ്ഥേയം ഇതി ഇവ മത്വാ ദ്യാം ആരുരോഹ ദ്യുമണി പയോധേ. ഇവിടെ ദ്യുമണി ദ്യോവ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആകാശത്തിൻ്റെ മണി എന്ന് പറയുന്നത്, ആകാശത്തിൻ്റെ നായകമണി അല്ലെങ്കിൽ ലോക്കറ്റ് എന്നൊക്കെ പറയുന്നത് സൂര്യനെയാണ്. അപ്പം ദ്യുമണി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ എന്തോ ഒന്ന് ആശങ്കിച്ചു എന്നാണ് പറയണത്. അത് ഇവിടെ വർണ്ണിക്കുകയാണ്. സഘോര ഉരക, സഘോര ഉരക, ആ ഘോരനായിട്ടുള്ള ഉരകം എന്ന് പറഞ്ഞാൽ ഉരസ ഗച്ഛതി ഇതി ഉരക, അതായത് പാമ്പ്. ഇവിടെ കാളിയനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. കാളിയനെ പറ്റിയിട്ട് ഇതുവരെ വർണ്ണിച്ചുല്ലോ. ആ കാളിയൻ ഘോരനായിട്ടുള്ള, വളരെ പേടിപ്പെടുത്തുന്ന അത്രയ്ക്ക് ശക്തിയും വലിപ്പവുമൊക്കെ ഉള്ളവനായിട്ടുള്ള ആ പാമ്പ് നന്ദസുതേന നദ്യാഹ നിർവാസിത, നന്ദസുതനാൽ, നന്ദസുതൻ ശ്രീകൃഷ്ണനാൽ നദ്യാഹ നിർവാസിത, നദ്യാഹ നദിയിൽ നിന്ന്, പഞ്ചമി, നദിയിൽ നിന്ന് നിർവാസിത ഒഴിപ്പിക്കപ്പെടും. അതായത് തൽക്കാലം ഇപ്പോൾ കാളിയൻ ആ നദിയിൽ തന്നെയാണ്, കാളിന്തി നദിയിൽ തന്നെയാണ് വസിക്കുന്നത്. വലിയ താമസമില്ലാതെ ഇന്ന് തന്നെ, അതായത് സ്വപ്നം കണ്ടു കഴിഞ്ഞുല്ലോ, ഇന്ന് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിന്തി നദിയിൽ നിന്ന് കാളിയനെ ഒഴിപ്പിക്കും. ആ ഒഴിപ്പിച്ചു വിട്ട കാളിയൻ, അതാണ് നിർവാസിത, അവിടെ നിന്ന് വാസം ഒഴിപ്പിച്ചവനായിട്ടുള്ള കാളിയൻ എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് എന്ന് ദ്യുമണി, അതായത് സൂര്യൻ വിചാരിക്കുകയാണ്. യമുനയിൽ നിന്ന് നിർവാസിതനായിട്ടുള്ള ആ കാളിയൻ പാമ്പ് എന്തു ചെയ്യും? ഇഹാഗമിഷ്യതി, ഇവിടേക്ക് തന്നെയാവും എന്തായാലും വരിക. ഇവിടേക്ക്, അതായത് സമുദ്രത്തിലേക്ക്. ആഗമിഷ്യതി, വരും എന്ന് വിചാരിച്ചിട്ട്. അതായത് ഈ കാളിന്തിയിൽ നിന്നും ഒഴിപ്പിക്കുന്ന ഈ ഭീമാകാരനായിട്ടുള്ള സർപ്പം തീർച്ചയായിട്ടും കടലിലേക്കാവുമല്ലോ വരുന്നുണ്ടാവുക. അതായത് അയാൾക്ക് പിന്നെ നദികളിലൊന്നും വസിക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം വലിപ്പമൊക്കെ ഉണ്ട്. കാളിന്തിയിൽ എങ്ങനെയോ പോയി താമസിച്ചതാണ്. തീർച്ചയായിട്ടും അയാൾ ഇനി കടലിലേക്ക് തന്നെയാവും വരുന്നുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ഇഹ ആഗമിഷ്യതി, ഇവിടേക്ക് തന്നെയാവും വരിക എന്ന് മത്വ വിചാരിച്ചിട്ട്, തത് അതുകൊണ്ട്, അത്ര ഈ സമുദ്രത്തിൽ നസ്ഥേയം നിൽക്കണ്ട, ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട, ഇതി ഇവ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും. ഇതി മത്വ ഇവ, ഇതി ഇവ എന്നല്ല, ഇതി മത്വ ഇവ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും. ദ്യുമണി പയോധേഹെ ദ്യാം ആരുരോഹ, ദ്യുമണി ആകാശത്തിൻ്റെ അലങ്കാരമായിട്ടുള്ള ആ സൂര്യൻ, പയോധേഹെ പയോധിയിൽ നിന്ന്, ദ്യാം ആകാശത്തേക്ക്, ആരുരോഹ ഉയർന്നു പൊങ്ങി. ശരിക്കും എന്താ പറയണതെന്നാണെങ്കിൽ, രാത്രി കഴിഞ്ഞു, വെളിച്ചായി, സൂര്യൻ കിഴക്ക് ഭാഗത്ത് ഉയർന്നു എന്നാണ് വർണ്ണിക്കുന്നത്. പക്ഷെ സൂര്യൻ്റെ വരവിനെ കാളിയനെ പേടിച്ചിട്ട് വന്നതാണോ എന്ന് കവി ആശങ്കിക്കുകയാണ് ചെയ്തത്. അതായത് സമുദ്രത്തിൽ ഇനി താമസിച്ചാൽ കാളിയൻ്റെ ആക്രമണം സൂര്യനുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, സന്ധ്യയാകുമ്പോൾ സൂര്യൻ കടലിലേക്കാണല്ലോ ചെന്ന് താഴണത്, അങ്ങനെയാണല്ലോ സങ്കല്പം. കടലിൽ നിന്ന് തന്നെയാണ് പൊന്തിയും വരണത്. അപ്പോൾ കടലിൽ ഇനി താമസിക്കുകയാണെങ്കിൽ കാളിയൻ്റെ ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണോ എന്ന് തോന്നും. ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സമുദ്രത്തിൽ നിന്ന് സൂര്യൻ ഉയർന്നു പൊങ്ങി കിഴക്ക് ദിക്കിൽ പ്രത്യക്ഷനായി തീർന്നു, വെളിച്ചായി എന്നർത്ഥം. അതിനെയാണ് ഇങ്ങനെ കവി ഉത്പ്രേക്ഷിച്ചത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 60ാമത്തെ ശ്ലോകം നോക്കൂ.
इति प्रवृत्ते समये प्रभाते कृष्णं यशोदा कथयां बभूव मुखे रजन्या वृषभासुरस्य സംസൃത്യ സംരംഭമപേതനിദ്ര. നമുക്ക് പദച്ഛേദം നോക്കാം. ഇവിടെയും പദച്ഛേദമൊക്കെ വളരെ കുറവാണ്. ഇതി പ്രവൃത്തേ സമയേ പ്രഭാതേ കൃഷ്ണം യശോദ കഥയാം ബഭൂവ മുഖേ രജന്യാഃ വൃഷഭാസുരസ്യ സംസ്മൃത്യ സംരംഭം അപേതനിദ്ര. അപേതനിദ്രയായിട്ടുള്ള യശോദ. അപേതനിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കമൊക്കെ പോയവളായിട്ടുള്ള യശോദ. എന്തുകൊണ്ടാണ് ഉറക്കമൊക്കെ പോയത് എന്നുള്ളതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട്. രജന്യാഹ മുഖേ, രജനിയുടെ ആരംഭത്തിൽ, രാത്രിയായപ്പോൾ, കഴിഞ്ഞ രാത്രിയിൽ ചില ചീത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. അല്ലെങ്കിൽ രാത്രികളിൽ യശോദയ്ക്ക് എപ്പോഴും പേടിയാണ്. ഈ പറഞ്ഞ പൂതനയായാലും വൃഷഭാസുരനായാലും ഒക്കെ രാത്രിയിലാണ് രൂപം മാറി വന്നിട്ട് കുട്ടിയെ ആക്രമിക്കണത്. അപ്പോൾ ആ പേടി കാരണം അപേതനിദ്ര യശോദ, അപേതനിദ്ര, ഉറക്കമൊക്കെ പോയവളായ, രാത്രി നല്ലവണ്ണം ഉറക്കാൻ പറ്റാത്തവളായ യശോദ. രജന്യാഹ മുഖേ, രജനിയുടെ ആരംഭത്തിൽ, കഴിഞ്ഞ രാത്രിയിൽ, വൃഷഭാസുരസ്യ സംരംഭം സംസ്മൃത്യ, വൃഷഭാസുരൻ്റെ പ്രവൃത്തി, സംരംഭം പ്രവൃത്തി, അതായത് ഭഗവാനെ ആക്രമിക്കാൻ വന്നൂലോ, കൃഷ്ണനെ വധിക്കാൻ വന്നൂലോ, ആ പ്രവൃത്തിയൊക്കെ സംസ്മൃത്യ, ഓർത്തിട്ട്, അപേതനിദ്ര, ഉറക്കമൊക്കെ പൊയ്പോയവളായ ആ യശോദ. വൃഷഭാസുരൻ്റെ മാത്രമൊന്നുമല്ല, പല അസുരന്മാരും പല ആസുര ശക്തികളും രാത്രിയാണ് കൃഷ്ണനെ ഉപദ്രവിക്കാൻ വരണത്. അതിൽ ഒന്നോ രണ്ടോ പേരാണ് പൂതന, വൃഷഭാസുരൻ, അരിഷ്ടൻ, അങ്ങനെ പലരും ഉണ്ട്. അവരുടെയൊക്കെ പ്രവൃത്തികൾ തൻ്റെ പുത്രനെ ബാധിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും യശോദ രാത്രി ഉറങ്ങാറില്ല. അങ്ങനെ ഉറക്കമൊക്കെ കഷ്ടിയാണ് യശോദയ്ക്ക്. എന്നാലും വെളിച്ചാവാൻ കാലത്ത് ഉണരുകയും ചെയ്തു. ആ യശോദ എന്താണ് കൃഷ്ണനോട് പറഞ്ഞത് എന്ന് പറയാണ്. എന്താണ് പറഞ്ഞതെന്ന് പറയണില്ല, അത് അടുത്ത ശ്ലോകങ്ങളിലാണ്. കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് ആദ്യത്തെ വരിയിൽ പറയാണ്. ഇതി പ്രഭാതേ സമയേ പ്രവൃത്തേ, ഇപ്രകാരം കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു വച്ചത് പ്രകാരം രാവിലെ ആയപ്പോൾ, പ്രഭാതേ സമയേ, പ്രഭാത സമയം പ്രവൃത്തമായപ്പോൾ, അപേതനിദ്ര യശോദ കൃഷ്ണം കഥയാം ബഭൂവ, ഉറക്കമൊക്കെ പോയവളായ, രാത്രിയും ശരിക്കും ഉറങ്ങണില്ല, വെളിച്ചായാൽ പിന്നെ ഉറക്കമില്ല, അങ്ങനെയുള്ള യശോദ കൃഷ്ണനോട് കഥയാം ബഭൂവ, പറയാൻ തുടങ്ങി. എന്താവും വെളിച്ചാവുമ്പോൾ പറയാൻ തുടങ്ങണത്? നമ്മൾ പറഞ്ഞില്ലേ, കാറ്റു വീശി സുപ്രഭാതം പറഞ്ഞു എന്നൊക്കെ പറയണത് പോലെ മകനോട് എണീക്കാൻ പറയാണ്. വെളിച്ചായി, അതാ സൂര്യനൊക്കെ വന്ന് ഉദിക്കാറായി, കുട്ടാ കണ്ണു തുറക്കൂ എന്നൊക്കെ പറഞ്ഞ് താമരകൾ വിരിഞ്ഞു, സൂര്യൻ വന്നു, അതുകൊണ്ട് എല്ലാവരും എണീക്കായി, പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാറായി, കണ്ണനും ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് സുപ്രഭാതം പറയുകയാണ് ചെയ്യണത് യശോദ. അത് അടുത്ത ശ്ലോകത്തിലാണ് വരണത്. അങ്ങനെ രാത്രിയുടെ ഒരു രംഗം തീരാണ് ചെയ്യണത്. ഈ ഒരു ദിവസത്തിലാണ് ഇനി കാളിയനെ വധിക്കാനൊക്കെ ആയിട്ട് ശ്രീകൃഷ്ണൻ പുറപ്പെടുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇഹാഗമിഷ്യത്യുരഗസ്സ ഘോരോ നിർവാസിതോ നന്ദസുതേന നദ്യാ തദത്ര നസ്ഥേയമിതീവ മത്വാ ദ്യാമാരുരോഹദ്യുമണിഃ പയോധേഃ. ഇതി പ്രവൃത്തേ സമയേ പ്രഭാതേ കൃഷ്ണം യശോദ കഥയാം ബഭൂവ മുഖേ രജന്യാ വൃഷഭാസുരസ്യ സംസ്മൃത്യ സംരംഭമപേതനിദ്ര. കൃഷ്ണൻ്റെ കണ്ണുകളിൽ കൂടെ, അല്ലെങ്കിൽ കൃഷ്ണൻ വെളിച്ചാവാൻ കാലത്ത് എണീറ്റപ്പോൾ കണ്ടതായ, മനസ്സിലാക്കിയതായ വർണ്ണനകൾ നടത്തി. ഇനി വെളുപ്പാൻ കാലത്തിനെ പറ്റിയിട്ട്, അതിൻ്റെ ഭംഗിയെ പറ്റിയിട്ട് യശോദയുടെ വാക്കുകളിൽ കൂടെ കവി വീണ്ടും വർണ്ണിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.